രാഷ്ട്രപിതാവിനേക്കാൾ ഘാതകന്റെ സ്വപ്നങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ചരിത്രവീതിയിൽ മായാത്ത തിരിവട്ടവുമായാണ് ഗാന്ധിജിയുടെ 75ാം രക്തസാക്ഷിത്വ ദിനത്തിന് രാജ്യം ശിരസ്സ് നമിക്കുന്നത്. മതവർഗീയതയോടുള്ള ചെറുത്തുനിൽപ്പിന് മുന്നിൽ പൊലിഞ്ഞ ആ മഹാത്മാവ് ഉയർത്തിയ ജീവന്റെ കനലുകൾ എല്ലാ കാലത്തേക്കാളും തീക്ഷ്ണമായി ഊതി തെളിച്ചെടുക്കേണ്ടതുണ്ടെന്ന് വർത്തമാനകാലം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രകാശം അണഞ്ഞുപോയിരിക്കുന്നുവെന്ന ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചുള്ള നെഹ്റുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ വാചകങ്ങൾ 75 വർഷങ്ങൾക്ക് ശേഷം രാജ്യം ഒരു നിമിഷം വീണ്ടും ഓർക്കുകയാണ്. 1948 ജനുവരി 30 വൈകിട്ട് ആകാശവാണിയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വേദന കൂടിയായിരുന്നു. സ്വന്തം കുടുംബാംഗം വെടിയേറ്റ് മരിച്ചതുപോലെ ഇന്ത്യൻ ജനത തേങ്ങിക്കരഞ്ഞു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കുറുവടി ഊന്നിക്കൊണ്ട് ധീരമായി കടന്നുവന്ന ഗാന്ധിജി എന്ന കുറിയ മനുഷ്യനെ കണ്ട് അമ്പരന്ന് നിന്ന ലോകം പോലും ആ ഒരു ചരിത്ര നിമിഷത്തിൽ ഈറനണിഞ്ഞു. കേട്ടുകേൾവിയില്ലാത്ത അഹിംസയിലൂന്നിയ സത്യാഗ്രഹ സമരമാർഗത്തിൽ ഒരു സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഗാന്ധിജിയുടെ ജീവനെടുത്ത വെടിയുണ്ടകൾ വർഗീയതയുടെ വിഷം നിറച്ചവയായിരുന്നുവെന്ന് ചരിത്രം പിന്നീട് രേഖപ്പെടുത്തി. ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതിനെ സാമ്പത്തികവും സാംസ്കാരികവും ധാർമ്മികവുമായ സ്വാതന്ത്ര്യം എന്നതിലേക്ക് വികസിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. മതവർഗീയ ശക്തികളുടെ പിടിവലികളിൽ നിന്നും സ്വതന്ത്രമായ രാജ്യമെന്ന ഇന്ത്യയുടെ ആത്മാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ പ്രയാണത്തെ ഇല്ലാതാക്കാൻ, ആ മഹാത്മാവിനെ ഇല്ലാതാക്കണമെന്ന് മതവർഗീയ ശക്തികൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ തൻ്റെ മരണത്തിന് മുൻപ് തന്നെ തൻ്റെ ജീവിതമാകുന്ന സന്ദേശം ഇന്ത്യൻ ജനതയ്ക്ക് അദ്ദേഹം പകർന്ന് നൽകിയിരുന്നു. ആ കുതിപ്പിലായിരുന്നു പിന്നീട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രയാണം. 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിവിധ വർഗീയ ശക്തികളുടെ സമാനമായ പിടിവലികൾക്ക് ഇന്ത്യ വീണ്ടും വേദിയാവുകയാണ്. ഇന്ത്യൻ ജീവിതത്തിനും സംസ്കാരത്തിനുമേൽ ഇരുട്ട് പടർത്തുന്ന ആ മതവർഗീയതയോടുള്ള ചെറുത്തുനിൽപ്പാണ് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 75ാം വർഷത്തിലും മുഴങ്ങുന്നത്. ഷെക്കേന ന്യൂസ്, ദില്ലി.